പാത്രങ്ങൾ നിറയ്ക്കുക, ഫിൽ അപ്പ് ദ വെസൽസ്. ആത്മീയ ഗോളത്തിൽ നമ്മൾ നിറയ്ക്കുന്നവരായി മാറണം, മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി മാറണം. നമുക്കില്ല എന്ന് പറയുന്ന ശബ്ദം നമ്മുടെ നാവിൽ നിന്ന് എടുത്തു മാറ്റണം. അത് ദൈവത്തിൻ്റെ അല്ല. ഇല്ല എന്ന് എപ്പോഴെങ്കിലും യേശു പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു സത്യമാണ്. യേശു ക്രിസ്തു ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് വിഷമാണെന്ന് യേശു പറഞ്ഞ് ഞാൻ ഒരിക്കലും വായിച്ചിട്ടില്ല. എനിക്ക് മനോവിഷമമുണ്ടെന്ന് പിതാവിനോട് ക്രൂശമരണത്തിന് മുമ്പിൽ പറയുന്നുണ്ട്. അല്ലാത്തപ്പോഴെല്ലാം ഹീസ് റിജോയ്സിങ് വിത്ത് ഹിസ് ഡിസൈപ്പിൾസ്. ഈ ചോസൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, അതിനകത്ത് കാണണം. യേശു ഒരു സന്തോഷമുള്ളൊരു വ്യക്തിയാണ്. നമ്മളെപ്പോഴും ഡെപ്പിക്റ്റ് ചെയ്യുന്ന ദുഃഖം മാത്രമുള്ളൊരു ദൈവമല്ല. എവറി ഡേ ഹി ഹാഡ് ഹാപ്പിനെസ്. ക്രൂശമരണത്തിന് മുൻപ് പോലും 118 സങ്കീർത്തനത്തിന് പറയുന്നത്, ദിസ് ഈസ് ദ ഡേ ദറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ്, ലെറ്റ് us റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് ഇൻ ഇറ്റ്. ഇന്നേ ദിവസം ദൈവം ഉണ്ടാക്കിയ ദിവസമാണ്, നമുക്ക് സന്തോഷം. അങ്ങോട്ട് പോകുക, ക്രൂശേ കയറാൻ. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നാളെ എന്നെ എക്സിക്യൂട്ട് ചെയ്യും, നാളെ എൻ്റെ കഴുത്ത് കണ്ടിക്കും, ഒരു പേപ്പർ എനിക്ക് ഇന്നും കൂടെ ഞാൻ ഒരു ലേഖനം കൂടെ എഴുതി തീർക്കട്ടെ. ഫിൽ അപ്പ് ദ വെസൽസ്. കൊടുക്ക. നമ്മൾ ഇരിക്കുന്നിടം നിറയണം. പറയാൻ തുടങ്ങും, ദൈവം നിറച്ചുകൊണ്ടിരിക്കും. കർത്താവിന് ഏത് കാര്യം അങ്ങനെയാണ്. പണമാണ് ഏറ്റവും നമ്മൾ ടൈറ്റായിട്ട് പിടിക്കുന്നത്. അതൊന്ന് ലൂസൻ ചെയ്തൊന്ന് കൊടുക്കാനൊക്കുമെങ്കിൽ ഒരു വലിയ വിടുതൽ അവിടെ കിട്ടും. ഈ സ്പിരിറ്റ്, പണത്തിൻ്റെ സ്പിരിറ്റിന് പറയുന്നത് മാമൻ സ്പിരിറ്റാണ്. ഈ മാമോൻ സ്പിരിറ്റ് ഒരു ദുരാത്മാവ് തന്നെയാണ്. അത് നമ്മളിന്ന് മാറിപ്പോകാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശക്തിയായിട്ട് പ്രാർത്ഥിക്കണം, ഇത് മാറിപ്പോട്ടെ. അത് മാറിപ്പോകാതിരിക്കുന്നെങ്കിൽ കോൺഷ്യസ് ആയിട്ട് അന്നേ ദിവസം കുറച്ച് കാശ് എടുത്ത് മാറ്റി വെച്ച് ആർക്കെങ്കിലും അറിയിക്കാത്തവർക്ക് കൊടുക്കണം. ആ ചെയിൻ ബ്രേക്ക് ചെയ്യും. അങ്ങനെ ചെയ്ത് നോക്കണം. ഞാൻ പലപ്പോഴും എനിക്ക് അങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ദൈവം തോന്നിപ്പിക്കും. നമ്മൾ പാത്രങ്ങളാകുന്ന നമ്മളെ നിറയ്ക്കണമെങ്കിൽ നമ്മൾ ഒഴുക്കിക്കൊണ്ടേ ഇരിക്കുകയെങ്കിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ദൈവത്തിന് ഇപ്പോൾ 5 അപ്പം കൊണ്ടും 2 മീനും കൊണ്ട് കർത്താവ് പ്രാർത്ഥിച്ച് വാഴ്ത്തി സ്തുതിച്ചിട്ട് അത് വിളമ്പാൻ അങ്ങോട്ട് കൊടുത്തു. എല്ലാം കൂടെ കൂനയാക്കി കണ്ടിട്ടല്ല അവർ വിളമ്പിയതെന്ന് ഓർക്കണേ. 50 പേരെ ഇരുത്താൻ പറഞ്ഞു. 50 എന്ന് പറയുമ്പോൾ ഒരു മുറിക്കകത്ത് 50 പേര് ഇരിക്കും. അത് ഓപ്പൺ സ്പേസാണ്. അവിടെ ഇരുന്ന് 50 പേർക്ക് കൊടുക്കും തോറും അത് വർദ്ധിച്ചു വരുന്നു. ആഫ്രിക്കയിൽ ഒരു മിഷനറി, അമേരിക്കൻ സ്ത്രീ, അവർ ഈ ആദ്യത്തെ TV പ്രോഗ്രാമൊക്കെ തുടങ്ങിയ സമയത്ത് അവർ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോകുമ്പം ബാർബി ഡോളിന് ഇന്നും വിലയുണ്ട്, അന്ന് ഒത്തിരി വിലയായിട്ട് നമുക്ക് തോന്നിക്കും. അപ്പോൾ ഈ ബാർബി ഡോളും കൊണ്ടാണ് അവർ പോകുന്നത്. അവിടെയുള്ള കൊച്ചു പെൺപിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി, ആൺപിള്ളേർക്ക് കാറും. അങ്ങനെ ഒരു പ്രാവശ്യം ഇവർ പോയപ്പോൾ ഇവരുടെ കയ്യിൽ ഏകദേശം കുറേ ബാർബി ഡോളുകളുണ്ടായിരുന്നു. അവരിങ്ങനെ ബാഗിനകത്തു നിന്ന് ബാർബി ഡോളെല്ലാം ഇങ്ങനെ പിറക്കി കൊടുത്ത് ലാസ്റ്റ് 1 വരെ പിറക്കി കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ദൂരേന്നൊരു പെൺകുട്ടി ഓടി വരികയാണ് ഒരു ബാർബി ഡോള് കിട്ടാൻ. ഓൾറെഡി ഉള്ള ബാർബി ഡോള് മുഴുവനും അവിടെയുള്ള പെൺകൊച്ചുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു ബാർബി ഡോള് പോലും ആ സഞ്ചിക്കകത്തില്ല. അവരിങ്ങനെ വേദനിച്ചു, അയ്യോ എന്ത് ഈ കുഞ്ഞിൻ്റെ. അവൾ വരുന്ന ആ വരവ് കാണുമ്പോൾ, ഈ ബാർബി ഡോൾ കിട്ടാനുള്ള സന്തോഷത്തിൽ ഓടി വരുന്ന ആ വരവിൽ താമസിച്ചു പോയി അല്പം. എങ്ങനെ ഇതിനോട് പറയുമെന്ന് വിചാരിച്ചവർ വളരെ വേദനിച്ച്, എൻ്റെ ദൈവമേ എങ്ങനെ ഞാൻ ആ കുഞ്ഞിനോട് തീർന്നു പോയി എന്ന് പറയും എന്ന് പറഞ്ഞത് കൈയിടുകയും ആ ബൈക്കിനകത്ത് വേറൊരു ബാർബി ഡോൾ. ഷീ സെഡ് there was no Barbie doll there, but I know God provided. കൊടുക്കാൻ പഠിക്കുക. കൊടുക്കുന്തോറും ഇതൊരു നിർബന്ധ ബുദ്ധിയാക്കി നമ്മൾ എടുക്കണം. ഞാൻ കൊടുക്കും. ഈ കൊടുക്കുന്നവരെക്കുറിച്ച് പലരും അവരൊക്കെ കൊടുത്താൽ മതി. ഇല്ല, കൊടുക്കുന്നവർ വലിയ അനുഗ്രഹ സ്വഭാവമാണ്. കൊടുത്ത് നന്മയായി ചെയ്യാൻ നമ്മൾ പഠിക്കുക. നമ്മൾ കൊടുക്കുന്നവരായി മാറട്ടെ. നമുക്കതിനൊരു ഒരെണ്ണം എടുക്കാൻ പോകുന്നത് 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ ഈ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരു എലീശയുടെ അടുക്കൽ ഒരു വിധവ വന്നിട്ട് തൻ്റെ സ്വന്തം മക്കളെ 2 മക്കളെ കടക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്നു. കാരണം ഭർത്താവ് നല്ല മനുഷ്യനായിരുന്നു, പക്ഷെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇപ്പോൾ ആ പട ഗതികേടായപ്പോൾ എലീശ പ്രവാചകൻ്റെ അടുക്കൽ ഈ വിധവ വന്ന് കരയുന്ന ഭാഗമാണ് ഞാൻ ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്നത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. 2 രാജാക്കന്മാർ 4. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു, നിനക്കറിയാമല്ലോ. അപ്പം ദൈവത്തെ വിളിക്കുന്നവർക്ക് കൂട്ടിയൊന്നും വെച്ചിട്ടല്ല അവർ മരിച്ചത്. ഇന്നലെ തന്ന ദൈവം ഒന്നും തരുമെന്ന് അവർക്കറിയാം. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു. ഏലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചു.
ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിൻ്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, അതായത് ഒഴിഞ്ഞിരിക്കുന്ന പാത്രങ്ങളെ കടന്നുവാ. ഞാനത് തന്നെ വിളിച്ച് പറയുന്നത്. വെറും പ്രാർത്ഥനകളായിട്ട് നമ്മൾ ഇരിക്കാതെ, പാത്രം ഒരിക്കലും എം ടി ആയിട്ട് ഇരിക്കല്ലേ. എം ടി സ്ഥാനത്തിൽ ഇത്, അതായത് ഇഫ് ഇറ്റ് വാസ് എം ടി ബ്രെയിനിലാണെങ്കിൽ അത് ഡെവിൾസ് കാർഗോ ആയിട്ട്, ഡെവിൾസ് പ്ലേസ് ആയിട്ട് മാറും. അനേക ചിന്തകളിനകത്ത് കയറും. എപ്പോഴും നന്മ കൊണ്ട് നിറയ്ക്കണം നമ്മുടെ ബുദ്ധിമണ്ഡലം. എം ടി ആയിട്ടുള്ള പാത്രങ്ങൾ ഇരിക്കുന്നൊക്കെ എടുത്തുകൊണ്ട് പോവാ. വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. എന്തൊരു നല്ല കാര്യമല്ലേ. നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയും, വരുമ്പം വലിയ ബാഗും കൊണ്ട് വരണേ. ഞാനിവിടെ വരുമ്പം നമ്മൾ പറയാം, ഏറ്റവും വലിയ ബാഗ് കൊണ്ട് വരണം, ഇവിടെ അതുപോലെ ഉണ്ടല്ലോ കൊടുക്കാൻ. നമ്മളങ്ങനെയാണോ? ഏറ്റവും ചെറിയ ബാഗ് കൊണ്ട് ചെല്ലാനും നമുക്ക് നാണാം. പക്ഷെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഒട്ടും കുറയ്ക്കണ്ട, ഇഷ്ടം പോലെ നീ പാത്രം വാങ്ങിച്ചുകൊണ്ട് വരാൻ. അതൊക്കെ കേൾക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ വിശാല ഹൃദയത്തെ അല്ലേ നമ്മൾ കാണുന്നത്. അനുഭവിച്ചറിയണ്ടേ. നാഥ നീ ചെയ്യും 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 എന്ന് ഉറപ്പിച്ച് പറയാനുള്ള കൃപ നമുക്കുണ്ടായാൽ നമ്മൾ മാറും. ദൈവത്തിന് സന്തോഷമാകും. എന്നിട്ടുണ്ട്, ഒന്നും കുറവാക്കണ്ട. പിന്നെ നീയും നിൻ്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച പാത്രത്തിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റി വെക്കുക. അവനെ വിട്ടു ചെന്ന് തൻ്റെ മക്കളോടുകൂടി അകത്ത് കടന്ന് ഈ രണ്ടാമക്കൾക്കും പേടിയാണ്. കാരണം അവരെ വിറ്റുകളയുന്ന സാഹചര്യമാണ്. അമ്മ പറയുന്ന അച്ചട്ടായിട്ട് ഈ മക്കൾ അനുസരിക്കും. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ച് കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രം വെക്കുന്നതിനനുസരിച്ച് അതൊന്ന് ചിന്തിച്ച് നോക്കി. ഈ പാത്രത്തിനകത്തോട്ട് എണ്ണ ഒഴുകുന്നു. ഒരു വലിയ പാത്രം നിറഞ്ഞു. അടുത്ത് നിറഞ്ഞപ്പോൾ അടുത്ത പാത്രം നിറച്ച് വെച്ചു. മുറി മുഴുവൻ എണ്ണ കൊണ്ട് നിറഞ്ഞ ഒരു പാത്രങ്ങളുടെ ഒരു കലവറയായി മാറി. അതൊരു കാഴ്ചയല്ലേ, മറക്കുമോ നമ്മൾ? പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൻ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് മകൻ പറയാണ്, പാത്രമൊന്നും ഇല്ല അമ്മേ എന്ന് പറഞ്ഞു. ഇനി ഒരു പാത്രവും ഇല്ലെന്ന്, എല്ലാം കൊണ്ടുവന്നു. അപ്പോൾ എണ്ണ നിന്നുപോയി. ആ പാത്രം നമ്മളിൽ നിന്നപ്പോഴാണ് എണ്ണ നിന്നത്. ദൈവത്തിന് കുറവില്ല. ഇത് തന്നെ ജീവിതം. നമ്മളെപ്പം ദൈവത്തിനെ ചെറുതാക്കിയോ ദൈവം ചെറുതാകും. ദൈവം വലുത് 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 വലുത്. ദൈവം വിശ്വസ്തൻ. അവൻ്റെ നദി പോലെ അനുഗ്രഹങ്ങൾ ഒഴുക്കി തരുന്നു. അതെൻ്റെ കണ്ണുകൊണ്ട് കാണും. കടന്നു വരുന്നുണ്ട്. ധൈര്യത്തോടെ കർത്താവിൻ്റെ കെട്ടി നിന്നും തള്ളിപ്പായുന്നതുമായ ഒരു ശ്വാസം പോലെ ദൈവമേ നീ ഒരു വലിയ ശക്തിയായിട്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക്, മക്കളിലേക്ക്, മരുമക്കളിലേക്ക്, കൊച്ചുമകളിലേക്ക് നീ കയറി വരുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ട് സന്തോഷിക്കുന്നു. പറയാൻ ധൈര്യമുണ്ട്. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുതയായി, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ അവിടെ പറയുന്നത്. അപ്പോൾ ഈ പാത്രങ്ങളെല്ലാം എണ്ണ നിറഞ്ഞപ്പോൾ പാത്രത്തിനകത്തെ എണ്ണ എലീശ പ്രവാചകൻ കടം വീട്ടാനുള്ള സമ്പത്താക്കി അത് മാറ്റുകയാണ്. നീ കൊണ്ട് വിൽക്കാത്. എത്ര മനോഹരം. ഇതല്ലേ യേശുക്രിസ്തു ചെയ്ത കാനാവിലെ കല്യാണത്തിന് യേശു വരുന്നു. പാത്രങ്ങളുണ്ടോ? 6 കൽഭരണിയെന്നേ പറഞ്ഞുള്ളൂ. 10 അല്ല 100 അല്ല 1000 ഉണ്ടായതിന് അതെല്ലാം നിറച്ചു കൊടുത്തിരുന്ന അതും വീഞ്ഞായന്. നമ്മളാണ് പുതിയ നിയമത്തിൽ യേശുവിനെ ലിമിറ്റഡ് ആക്കുന്നത്, അതായത് ചെറുതാക്കുന്നത്. വലുതാക്കി കാണാൻ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പഠിക്കണം. ഈ ദൈവം സർവ്വസമ്പത്തിൻ്റെ ഉടമസ്ഥൻ. അതാ പറയുന്നുണ്ട് സങ്കീർത്തനം, ഈ ലോകത്ത് ഈ ഭൂമിയിലുള്ള സകല ആടുമാടുകൾ എൻ്റേതല്ലേ, എനിക്ക് വല്ലതും ആവശ്യമുണ്ടോ? ദാവീദ് പറയുന്നുണ്ട്, നിന്നിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ചതല്ലേ ഞാൻ നിനക്ക് തരുന്നത്. യെശയ്യാ 66 പറയുന്നു, സ്വർഗം നിൻ്റെ സിംഹാസനം, ഭൂമി നിൻ്റെ പാദപീഠം. യേശു പറയുന്നു, അവിടെയും ദൈവം പറയുന്നു, ഞാൻ നിനക്ക് സമാധാനം തരുന്നു, നദി പോലെ ഒഴുകുന്ന ആർക്കാ സമാധാനം ഇല്ലാത്തത്? എന്തുകൊണ്ട് നീ സമാധാനം കാണുന്നില്ല? കണ്ണ് കുരുട്ടായിരിക്കുകയാണ്. അന്ധമായ കണ്ണ് മാറണം. എൻ്റെ അകത്തെ മനുഷ്യനെ ജീവിപ്പിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ട് അകത്തെ കണ്ണ് തുറക്കട്ടെ. ഇന്ന് കാണുന്നത് പോലെ ഒരു പൊട്ടക്കണ്ണിൻ്റെ കണ്ണ് തുറക്കുമ്പോൾ അവൻ്റെ ഒരു സന്തോഷം എത്ര വലുതാണ്. കാണുന്നതെല്ലാം അതിശയമല്ലേ. നമുക്കെല്ലാം കണ്ട് ഒന്നിനും വിലയില്ല. ഈ കേരളത്തെക്കുറിച്ച് പറഞ്ഞാൽ എത്ര മനോഹരമായൊരു ഭൂമിയാണ് ദൈവം തന്നിരിക്കുന്നത്. ഇത്രമാത്രം പച്ചിപ്പും ഗ്രീനറിയുള്ള ഒരു സ്ഥലം, അല്ലേ? ഇത്രയും വൃത്തികേടാക്കി ഇട്ടിട്ട് ഇത്ര ഭംഗിയുള്ള ഒരു സ്ഥലം. എന്താ ദൈവം തരാത്തത്? നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുമ്പോൾ കർത്താവിന് മുമ്പിൽ ഒഴിഞ്ഞ പാത്രങ്ങളെ കൊണ്ടുവെക്കാം. ആദ്യം നമ്മളെ ഏൽപ്പിക്കാം. നമ്മുടെ ഭർത്താക്കന്മാരെ, കുടുംബാംഗങ്ങളെ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ നിറഞ്ഞ് തുളുമ്പട്ടെ. ധാരാളമായി നിറഞ്ഞ് തുളുമ്പട്ടെ. തുളുമ്പിക്കഴിയുമ്പോൾ കൊടുക്കാനുള്ള മനസ്സ്.
പലപ്പോഴും ഒത്തിരി സാധനം, ഒരു മാങ്ങ ആയിരിക്കാം, അല്ല നമുക്ക് പുളിയായിരിക്കാം, ചാമ്പയ്ക്കായിരിക്കും, ചെറുതെടുക്കാം നമുക്ക്. അതൊത്തിരി ഉണ്ടാകും. പിന്നെ പറയും, അയ്യോ ഇതെല്ലാം കൂടി ഇനി എന്താ ചെയ്യേണ്ടത്? അല്ല, അതെടുത്ത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം നേരത്തെ കാണിച്ചു തരണമെന്ന് ചോദിക്കണം. ആർക്കൊക്കെ വേണം? ഓരോ കാര്യങ്ങളും ഞാൻ വിളിച്ചു, ആർക്കാ ഇത് കൊടുക്കണ്ടേന്ന് ചോദിക്കും ഞാൻ. അതിന് പറ്റിയ ആളിനെ ദൈവം കൊണ്ടുതരും. ഇവിടെ എലീശ പ്രവാചകൻ്റെ അടുക്കൽ ഒരു വിധവയായ സ്ത്രീ വന്നിട്ട് പ്ലീഡ് ചെയ്യുകയാണ്, എൻ്റെ 2 മക്കൾക്ക് ജീവിക്കാൻ മാർഗമില്ല. എന്തുണ്ട് നിൻ്റെ വീട്ടിൽ? എന്താണ് ദൈവം നിനക്ക് തന്നിരിക്കുന്ന താലന്ത്? അതെടുത്ത് ഉപയോഗിക്കുക. ഇല്ല എന്ന് പറയുന്ന ദൈവമക്കളോട് ദൈവം പറയാണ്, എന്നെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. 12 ശിഷ്യന്മാർ ജീവിച്ച കാലത്ത് 5 അപ്പം കൊണ്ട് 2 മീനും എടുത്ത് 5000 പേരെ പോഷിപ്പിച്ചപ്പം 12 കൊട്ട അധികം വന്നത് എടുത്തുകൊണ്ട് പോയെന്ന്. വേറെടുത്ത് അതുപോലെ തന്നെ 4000 പേർക്ക് കൊടുത്തു. എന്ത് സംഭവിച്ചു? ബാക്കി വന്നവർ വീട്ടിൽ കൊണ്ടുപോയി. എപ്പോഴും സമൃദ്ധിയുടെ ഇടയ്ക്ക് ബാക്കി വീട്ടിൽ കൊണ്ടുപോകാൻ കൂടെ തരുന്ന ഒരു ദൈവം, തലമുറയെ കരുതുന്ന ഒരു ദൈവം, നമ്മളെ കരുതുന്ന ഒരു ദൈവം, സ്നേഹിക്കുന്ന ഒരു ദൈവം ഇതാ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഒട്ടും കുറയ്ക്കണ്ട പാത്രം. ദൈവത്തെ കണ്ടവൻ ധാരാളമായിട്ട് കൊടുക്കാൻ തക്കവണ്ണം ഒരു കൃപയും കൂടെ അതിൻ്റെ ഉടിട്ട് തന്നിട്ടുണ്ട്. കൊടുക്കുവീൻ, അവരുടെ കൊടുക്കുവീൻ, കൊടുത്തുകൊണ്ടേയിരിക്കുവീൻ. ഞങ്ങളുടെ മടിയിൽ അമർത്തി കുലുക്കി, എങ്ങനെയാണ് അമർത്തി കുലുക്കി. അതായത് ബോവസിൻ്റെ വയലിൽ ചെന്നപ്പോഴേ 4 പറ 5 പറ അല്ല 4 ഇടങ്ങഴി എന്നൊക്കെ പറഞ്ഞ് യവം അല്ലെങ്കിൽ അന്നത്തെ വീറ്റ് എന്താണെന്ന് വെച്ചാൽ അത് ധാന്യം കൊടുത്ത് വിടുമ്പോൾ അമ്മായിമ്മ കാണുമ്പോൾ അമ്മായിമ്മയുടെ സന്തോഷം. ഇവനാണ് അധിക ധനവാനായ ഒരു റിഡീമർ നമ്മുടെ മുമ്പിൽ നിൽക്കുക. ആ യേശുവിൻ്റെ മുമ്പിലേക്ക് കടന്നു ഞാൻ നമ്മൾ സമ്പന്നരായി മാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാഥ, പാത്രമൊട്ടും കുറയ്ക്കണ്ട, പകർന്നു കൊടുക്കുന്ന ഒരു ഹൃദയം താപിച്ച, ഹൃദയത്തിനകത്തെ നന്മ വരുമ്പം പകരാനും അത് കേൾക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാകാനും ഈ ദൈവം എൻ്റെ ദൈവം കൂടെയാണ്, അവർക്കും കൂടെ ഒരു വീതം വരണം, അവർക്കും കിട്ടട്ടെ, അവരും അനുഗ്രഹിക്കട്ടെ, അനുഭവിക്കട്ടെ എന്ന് പറയാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് തരണം. മറ്റുള്ളവരുടെ നന്മയിൽ ആത്മീയമായ ജലസി അല്ലെങ്കിൽ അസൂയ ഉണ്ടാകാതെ സന്തോഷത്തോടെ അത് സ്വീകരിക്കാനും അവർ ഉയർന്നത് കാണുമ്പം ഇത് ദൈവത്തിൻ്റെ വേറൊരു മുഖഭാവമാണ്, കർത്താവിൻ്റെ വേറൊരു സൈഡാണിത്. ഒരു ഡയമണ്ടിന് പല സൈഡുള്ളതുപോലെ ഈ ഓരോ വ്യക്തികളിലും കാണുന്ന ഈ പ്രഭ ദൈവത്തിൻ്റേതാണ്. അത് ഞാനുമായിട്ട് അവർക്ക് കമ്പാരിസൺ ഇല്ല, വേറെ ഒരാളുമായിട്ട് എനിക്ക് കമ്പാരിസൺ ഇല്ലല്ലോ. കാരണം എന്നെ എത്രയോ മഹത്വം അഗോചരമായിട്ട് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ സൃഷ്ടിച്ചതല്ലേ, അതുപോലെയല്ലേ മറ്റേ ആൾ. പിന്നെ ഞാനെന്തിനാ കമ്പയർ ചെയ്യുന്നത്? എനിക്ക് ഒന്നേ കമ്പയർ ചെയ്യാനുള്ളൂ. ഇന്നലത്തേലും ഇന്ന് ഞാൻ വളർന്നിട്ടുണ്ടോ? ഇന്നലത്തേതിലും ദൈവത്തെ ഞാൻ കൂടുതൽ ആശ്രയിക്കുന്നുണ്ടോ? ഇന്നലത്തേലും കൂടുതൽ നന്മ ചെയ്യുന്നവളാണോ? താവേ, എൻ്റെ ഹൃദയത്തെ ശാന്തമാക്കുക, നമ്മുടെ ഹൃദയങ്ങളെ ശാന്തമാക്കി തരാം. സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരിക്കിലേക്ക് ഞങ്ങളെ നടത്തും. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അറിയാം കർത്താവേ, നിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രം. മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ സ്വസ്ഥതയുള്ള ആടുകളെ പോലെ അപ്പച്ച, ഒരല്പം അനങ്ങിയ വെള്ളം കണ്ട പേടിക്കുന്ന മക്കളെ ഇപ്പോഴത്തെ അവരെ നീ തന്നെ ആട്ടിടയൻ കൊണ്ടുവന്ന് വെള്ളം കുടിപ്പിച്ച് നല്ലതായിട്ട് പരിപാലിച്ച് തിരിച്ചു കൊണ്ടുവരുന്നതിന് നന്ദി പറയുന്നു. വിധവയുടെ മക്കളെ രക്ഷിച്ച ദൈവം ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഇന്നുവരെയും പരിപാലിച്ച് രക്ഷിച്ചവൻ ഇനിയും രക്ഷിക്കാൻ വിശ്വസ്തൻ. നിൻ്റെ മഹാകരുണയ്ക്കും കരുതലിനും ഞങ്ങൾ നന്ദി. തലമുറയുടെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി പരിപാലിക്കുന്ന നന്ദി പറയും. സകലതും യേശുക്രിസ്തുവിൻ്റെ കാൽപ്പാദത്തിൽ വെച്ച് തരുന്നു. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ, ആമേൻ.